ഹലോ ഗായ്സ്, അങ്ങനെ ഇന്നത്തെ നമ്മളുടെ പരിപാടി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. അതുപോലെ കോളേജിലൊക്കെ പോയി പിന്നെ യൂണിയൻ ഓഫീസിലൊക്കെ കുറച്ച് നേരം ഇരുന്നു. എന്നിട്ട് പിന്നെ വൈകുന്നേരം നമ്മൾ ബ്രോഡ്വേയിലേക്ക് ഒന്നിറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ. ബ്രോഡ്വേയിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേനും മുഖം ഫുള്ള് ടാൻ അടിച്ച് നമ്മളങ്ങ് ഇല്ലാണ്ടായിപ്പോയി ഗായ്സ്. പിന്നെ നമ്മൾ കൈ കിട്ടി കുറേ പൊടികളൊക്കെ വാരി അങ്ങ് മുഖത്ത് പുരട്ടി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കയ്യിൽ മെഹന്തി ഇടാൻ വേണ്ടിയിരുന്നു. ഇപ്പോൾ ഈ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്ന പ്രഹസനങ്ങൾ എന്ന് പറയുമ്പോൾ നാളെ ഞങ്ങളുടെ കോളേജിൽ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിട്ടുള്ള ഓണപ്പരിപാടിയാണ് ഗായ്സ്. അതിനു വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറേ നേരത്തിൻ്റെ പരിശ്രമത്തിന് ശേഷം നമ്മൾ ഈ മൈലാഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞു. എന്നിട്ട് പിന്നെ കയറി കിടന്നുറങ്ങി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലെ എണ്ണീറ്റ് വന്ന് അമ്പലത്തിലൊക്കെ പോയി മുല്ലപ്പൂവൊക്കെ മേടിച്ച് റൂമിലെത്തി. അപ്പോഴത്തേനും അടുത്ത പരിപാടി ഇതൊരു വൻപൻ ടാസ്ക് തന്നെയായിരുന്നു ഗായ്സ്. അതായത് നമ്മളുടെ ഈ പട്ടുപാവാടയുടെ സ്കേർട്ട് തയ്ക്കുക എന്ന് പറയുമ്പോൾ തേക്കുക എന്ന് പറയുമ്പം ഒരു വലിയൊരു പരിപാടിയാണ്. പിന്നെ നമ്മൾ ഈ ദൗത്യം ഏറ്റെടുത്തു. അതെങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു, കറക്റ്റ് പ്ലീറ്റൊക്കെ എടുത്ത് പിന്നെ നമ്മൾ നേരെ റെഡി ആവാൻ വേണ്ടി പോയി ഗൈസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എളുപ്പം അങ്ങോട്ട് നമ്മൾ റെഡിയായി കുറച്ച് വീഡിയോ ഫോട്ടോസൊക്കെ എടുത്ത് വീട്ടിലൊക്കെ ഇങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ചു. പിന്നെ നമ്മൾ നേരെ കോളേജിലേക്ക് ഇറങ്ങി. കോളേജിൽ ചെന്നപ്പോഴത്തേനും അവിടെ ഇങ്ങനെ പിള്ളേരൊക്കെ വന്ന് ഒരുങ്ങുന്നതൊക്കെ ഉള്ളായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഓൾമോസ്റ്റ് ആൾക്കാരെല്ലാം എത്തിത്തുടങ്ങി. പിന്നെ എന്തോ ഫിലിം പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ പോയിട്ട് ഇവരുടെ രണ്ടുപേരുടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ കോളേജിൽ നേരെ കസേര കളി ആരംഭിച്ചിരിക്കുന്നു. പിന്നെ മത്സരമൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ ജയിച്ചു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ അവിടെ ഫ്രീ ആയിട്ടൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് നേരെ നമുക്കവിടെ സദ്യ റെഡിയായി ഗൈസ്. നമ്മൾ രണ്ടാമത്തെ പന്തിയിലാണ് ഗൈസ് ഇരിക്കുന്നത്. പിന്നെ ഇരുന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കിന് സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവരാൻ തുടങ്ങി. ഒന്നും പറയേണ്ട വല്ലാത്തൊരു ഇരിപ്പായിരുന്നു. ആദ്യം കറികളെല്ലാം കൊണ്ടുവന്ന് വിളമ്പി, പിന്നെ ചോറ് വിളമ്പി, പിന്നെ നേരെ നമുക്ക് പായസം വന്നു. എല്ലാം കഴിച്ചപ്പോഴത്തേന് നമുക്കൊരു തൃപ്തിയായി. അത് കഴിഞ്ഞ് വീണ്ടും പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ അതെല്ലാം കണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. പിന്നെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ 3 പേരും കൂടെ വെറുതെ ഒന്ന് സുഭാഷ് വരെ പോകാമെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ പയ്യെ സുഭാഷിലേക്ക് ഇങ്ങനെ നടന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അതുവഴി വീണ്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. പിന്നെ നേരെ നമ്മൾ ഹോസ്റ്റലിലെത്തി. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇത്രയും തന്നെ ആയപ്പോൾ ഞാനങ്ങ് വയ്യാണ്ട് പിന്നെ എളുപ്പം പോയി ചോറെടുത്തിട്ട് വന്നു കഴിച്ചു. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി നാളെ.